നമസ്കാരം. കൊട്ര വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജസ്ന. ലോക ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ച് ധ്വനി 2024-25 വെളിയത്ത് നടന്നു. വെളിയം ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ശ്രീപരമ്പര ക്ഷേത്രത്തിൽ കേരളീയ ചുവർചിത്ര സമർപ്പണം നടന്നു. വാക്കനാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ രക്തദാന ക്യാമ്പിൽ രക്തദാന ശ്രദ്ധ നേടിയ വിനോദ് നെടുമൺകാവ് രക്തദാനം നൽകുന്നത് കാണാം. പഴങ്ങാലം ദേശബന്ധു ലൈബ്രറിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് നിരവധി മത്സരങ്ങൾ സംഘടിപ്പിച്ചു. തന്നിലുറങ്ങുന്നു ഉന്മാദമുത്തരീയം ചിത്രമോഹമായി ഉണരണം പകലുറങ്ങാതെ നിന്റെ നാളെ കുറിച്ചൊന്നു നോക്കണം മുന്നിൽ. പ്രാണവായുവിനായി നടന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടന്നു, അഴകിനായി തളനായി തേൻ പരന്നക്കായി ഒരു 100 തൈകൾ നിറഞ്ഞു. വെളിയം ഗ്രാമപഞ്ചായത്തിന്റെ ശുചിത്വ കേരളം സുന്ദര കേരളം എന്ന പദ്ധതിക്ക് തുടക്കമായി. വെളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. വലിയ തോടുകൾ ജലാശയങ്ങളെല്ലാം തന്നെ മൂന്നാം ഘട്ടം, ഒരു അവസാന ഘട്ടം എന്നുള്ളത് മൂന്നാം ഘട്ടം ഔപചാരികമായി ഉദ്ഘാടനം. വെളിയം ഗ്രാമപഞ്ചായത്തിലെ ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ കൊട്ര തുതിയൂർ അംഗനവാടിക്ക് സമീപം ആരോഗ്യ ക്യാമ്പ് നടത്തി. കൊട്ര ആലുമുട്ടൽ കുടുംബാംഗം വടക്കേ ചരുവുള്ള താരതിൽ വീട്ടിൽ ജോൺകുട്ടിയുടെ മകൾ ശോഭ നിര്യാതയായി. സംസ്കാരം നടത്തി. പരേതയ്ക്ക് കൊട്ര വാർത്തയുടെ ആദരാഞ്ജലികൾ. ോടുകൂടി ഈ ആഴ്ചയിലെ കൊട്ര വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.